എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ കാരണങ്ങളും ഫലങ്ങളും എല്ലാം പഠിച്ചു. എല്ലാവരും പുസ്തകം വായിച്ചിരിക്കുന്നു കരുതുന്നു. സംശയങ്ങളെല്ലാം തീർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഒന്നാം ലോക മഹായുദ്ധം 1919 വേഴ്സായി ഉടമ്പടി പ്രകാരമാണ് അവസാനിക്കുന്നത്. 1919 തോറ്റ രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ വേഴ്സായി കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയാണ് ഉടമ്പടികളിൽ ഒപ്പുവെച്ചത്. പ്രധാനമായിട്ടും ജർമ്മനിയെ ഈ യുദ്ധത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജർമ്മനിയെ അടിച്ചേൽപ്പിക്കുക എന്നതായിരുന്നു വിജയിച്ച രാജ്യങ്ങളുടെ ലക്ഷ്യം. ജർമ്മനിയെ അവമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എഴുതിയുണ്ടാക്കിയ ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി. The First World War ended with the Treaty of Versailles in 1919. It was only to humiliate Germany. ജർമ്മനിയെ അവമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറയുമ്പോൾ വിളിച്ചു വരുത്തിയ ജർമ്മനിയെ പറയപ്പെടുന്നത് ജർമ്മനി സൈൻഡ് ദിസ് ട്രീറ്റി അറ്റ് ദ പോയിന്റ് ഓഫ് ബാലൻസ്. തോക്കു ചൂണ്ടിയാണ് ജർമ്മനിയെ ഈ ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിച്ചത്. പരാജയപ്പെട്ട ജർമ്മനിയുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ പങ്കുവച്ചെടുക്കും. ജർമ്മനിയെ പരിപൂർണമായും നിരായുധീകരിച്ചു. പുതിയ എയറോഡ്രാമുകളോ ബോംബുകളോ അത്തരത്തിലുള്ള ഒന്നും തന്നെ നിർമ്മിക്കുവാനുള്ള അവകാശം ജർമ്മനിക്ക് നിഷേധിച്ചു. മാത്രമല്ല, യുദ്ധത്തിലെ ഉണ്ടായ ഭീമമായ നഷ്ടം, ആ നഷ്ടത്തിന് പരിഹാരമായിട്ട് ഒരു വലിയ തുക ജർമ്മനി നൽകണമെന്ന് ആ ഉടമ്പടിയിൽ എഴുതി പിടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി, വർഷം 1919. ആ ഉടമ്പടിയിൽ ജർമ്മനിയെ അപമാനിച്ചു എന്നതാണ് സത്യം. ജർമ്മനിയെ വിളിച്ചു വരുത്തി തോക്കു ചൂണ്ടിയാണ് ഒപ്പുവയ്പ്പിച്ചത് എന്ന് പറയുമ്പോൾ ജർമ്മനിയെ ഭീഷണിപ്പെടുത്തി ആ ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിച്ചു. ജർമ്മനിയുടെ മുഴുവൻ കോളനികളെയും വിജയിച്ച രാജ്യങ്ങൾ പങ്കിട്ടെടുത്തു. ജർമ്മനിയുടെ മുഴുവൻ കപ്പലുകളെയും അവർ കണ്ടുകെട്ടി. യുദ്ധത്തിൽ ഭീമമായൊരു തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് കൊടുക്കണം. പിന്നെ പുതിയ എയറോഡ്രാമുകളോ പുതിയ ബോംബുകളോ മറ്റുള്ള ഒന്നും നിർമ്മിക്കുവാനുള്ള അവസരവും ജർമ്മനിക്ക് കൊടുത്തില്ല. അത് ജർമ്മനിയെ ചൊടിപ്പിച്ചു. മറ്റൊരു സത്യം എന്ന് പറയുന്നത് ഈ ലീഗ് ഓഫ് നേഷൻസ് നമ്മൾ നേരത്തെ വിളിച്ചു സർവ്വരാജ്യ സഖ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം, ഫോർമേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്. ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്കയാണ്. വുഡ്രോ വിൽസൺ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ നിർദ്ദേശിച്ച 14 നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഫോർമേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാജ്യ സഖ്യങ്ങളുടെയും ഒരു സമാധാന സംഘടന. നിർഭാഗ്യവശാൽ അമേരിക്ക ആ സംഘടനയിൽ അംഗമായില്ല. ഈ ലോകത്ത് ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടനയിൽ അമേരിക്ക അംഗത്വം എടുത്തില്ല. അത് തന്നെയാണ് പിൽക്കാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയത്തിന് കാരണം. ഈ സർവ്വരാജ്യ സഖ്യ രൂപീകരണ ശേഷം അതിന്റെ പ്രവർത്തനവും അത്ര ശക്തവുമായി. എന്താ സംഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധ ശേഷം വിജയിച്ച രാജ്യങ്ങളും പരാജയപ്പെട്ട രാജ്യങ്ങളും ഒക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ സമയത്ത് അവർക്ക് സാമ്പത്തികമായ സഹായം ഇവിടെ നിന്നെങ്കിലും ലഭിക്കണം. ഇവർ അമേരിക്കയെയാണ് സമീപിച്ചത്. അമേരിക്കയോട് സാമ്പത്തിക സഹായം, വായ്പ പോലുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു. അമേരിക്ക അത് കൊടുക്കുവാൻ തയ്യാറുമായി. കാരണം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് കാര്യങ്ങളെല്ലാം വീക്ഷിച്ച രാജ്യമായിരുന്നു അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. അങ്ങനെ അമേരിക്ക ഈ ലോകരാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ തീരുമാനിച്ചു. അത്തരത്തിൽ അന്നോളം
യൂറോപ്യൻ പൗണ്ടായിരുന്നു ഈ വിനിമയ രംഗത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് അമേരിക്കൻ ഡോളർ കടന്നു വന്നു. അങ്ങനെ അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്തു. ഈ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയെ ബാധിച്ചില്ല എങ്കിൽ 1929 ലോകം തന്നെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തെ നേരിട്ടു. ആ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയെയും ബാധിച്ചു. ഇക്കണോമിക് ഡിപ്രഷൻ, ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. 1929 അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായിട്ട് ലോകം വീണ്ടും സാമ്പത്തികമായി കൂക്കുകുത്തി. എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്കും ആ സാമ്പത്തിക മാന്ദ്യമുണ്ടായപ്പോൾ അതിൽ നിന്ന് കരകയറുവാൻ കഴിഞ്ഞില്ല. എന്താണ് അതിന്റെ കാരണം? അമേരിക്കയെ ബാധിച്ച സാമ്പത്തിക പരാധീനം എന്ന് പറയുമ്പോൾ ആ ഇക്കണോമിക് ഡിപ്രഷൻ അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിച്ചു. അതിന് കാരണം എന്ന് പറയുന്നത്, ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ people who became pauper after the first world war could not afford the commodities. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം പാപ്പരായി മാറിയ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് കമോഡിറ്റീസ് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഉൽപ്പന്നങ്ങൾ സംഭരിക്കുവാൻ കഴിഞ്ഞില്ല. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. ഭയങ്കരമായ സാമ്പത്തിക മാന്ദ്യം. സാധനങ്ങൾ വിൽക്കുവാൻ കഴിയുന്നില്ല, കാരണം വാങ്ങുവാൻ ആളില്ല. അതുകൊണ്ട് തന്നെ ആ ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ കുന്നുകൂടി. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട പണം തിരികെ കൊടുക്കുന്നതിൽ പരാജയം സംഭവിച്ചു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. അമേരിക്കയിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടയ്ക്കുവാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞില്ല. ബാങ്ക്സ് വെയർ കൊളാപ്സ്ഡ്. ലോകത്തെ മുഴുവൻ ബാങ്കുകളും തകർന്നു. Then inflation became uncontrollable. നാണയപ്പെരുപ്പം നിയന്ത്രണ അതീതമായി. ഇൻഫ്ലേഷൻ became uncontrollable. Moreover, acute unemployment and poverty emerged. അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയും അതിന്റെ അക്യൂട്ട് സ്റ്റേജിലായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രൂക്ഷമായി. ഇത് ഏതിന്റെ ഫലമായിട്ടാണ്? 1929 ലോകം നേരിട്ട സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായിട്ടാണ്. ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായിട്ട് അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ തകർന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. കാരണം പറയുക, ഒന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്, വാട്ട് ആർ ദി ഇമ്പാക്ട്സ് ഓഫ് ഇക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929? What were the impacts of economic depression of 1929? 29 ഇക്കണോമിക് ഡിപ്രഷന്റെ ഇമ്പാക്ട്സ്, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പീപ്പിൾ ഹൂ ബിക്കെയിം പാപ്പർ because of the first world war could not afford the commodities. അവർക്ക് സാധനങ്ങൾ വാങ്ങുവാൻ കഴിയുന്നില്ല, കാരണം എല്ലാവരും പാപ്പരായി, എല്ലാവരും സാമ്പത്തികമായി പരാധീനതയിലായി. രണ്ട്, എല്ലാ ഫാക്ടറികളിലും ഈ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ ഫാക്ടറികളിലും പ്രൊഡക്ഷൻ കെട്ടിക്കിടന്നു. നോക്കണേ, ഗുഡ്സ് വെയർ കെപ്റ്റ് ഇൻ അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. ഫാക്ടറികളിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ കെട്ടിക്കിടന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്ക എല്ലാ ലോകരാജ്യങ്ങളെയും സാമ്പത്തികമായി സഹായിച്ചു. പക്ഷേ ഈ ഇക്കണോമിക് ഡിപ്രഷന്റെ ഫലമായിട്ട് ഒരു രാജ്യത്തിനും വാങ്ങിയ കാശ് തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ബാങ്ക്സ് വെയർ കൊളാപ്സ്ഡ്.
എല്ലാ ബാങ്കുകളും തകർച്ചയിലേക്ക് പോയി, കൂപ്പുകുത്തി. ദെൻ ഇൻഫ്ലേഷൻ ബിക്കെയും അൺകൺട്രോളബിൾ. നാണയപ്പെരുപ്പം. നിങ്ങൾക്കറിയാം, സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമ്പോൾ, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? കള്ളനോട്ടടിക്കാനും കള്ളപ്പണം പ്രചരിപ്പിക്കുവാനും തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്തു? ഇൻഫ്ലേഷൻ ഉണ്ടായി, നാണയപ്പെരുപ്പമുണ്ടായി. ദെൻ അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി എമേർജ്ഡ്. എല്ലാ രാജ്യങ്ങളിലും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രൂക്ഷമായി. അങ്ങനെ ലോകത്ത് വീണ്ടും അരാജകത്വം. നമുക്ക് ഒരു ലോക മഹായുദ്ധം ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ച വിനയ വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് പകരം അവരുടെ സായുധ ശക്തി തെളിയിക്കുവാനും രാഷ്ട്രീയ മേൽക്കോയ്മ സ്ഥാപിക്കുവാനും നടത്തിയ ഈ യുദ്ധം, ആവശ്യമില്ലാത്ത യുദ്ധം എല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഈ യുദ്ധം അഫക്റ്റ് ചെയ്താരെയാണ്? സാധാരണ ജനങ്ങളെയാണ്. ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളെ ഈ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചു. ഈ സമയത്ത് ജർമ്മനിയിലും ഇറ്റലിയിലും രണ്ട് സ്വേച്ഛാധിപത്യ ശക്തികൾ അധികാരത്തിൽ വന്നു. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ജർമ്മനിയിലും ഇറ്റലിയിലും രണ്ട് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജർമ്മനിയിലെ നാസിസവും ഇറ്റലിയിലെ ഫാസിസവും. ഈ രണ്ട് രാജ്യങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരുമിച്ച് നിന്നവരാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ കിട്ടിയ ലാഭം പങ്കുവച്ചപ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടിയില്ല എന്ന കാരണത്താൽ ആ സഖ്യം വിട്ടുപോയി ഇറ്റലി. ജർമ്മനിയാകട്ടെ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായിരുന്ന ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞു. പിന്നെ ജർമ്മനിക്കൊരു ഉയർച്ചയില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് കരുതിയിരുന്ന കാലത്താണ് കേവലം ഒരു വ്യക്തി ആ ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹം ജന്മം കൊണ്ട് ആസ്ട്രിയക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മേഖല മുഴുവൻ ജർമ്മനിയായി. ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം എ പെയിന്റർ ബൈ പ്രൊഫഷൻ. കേവലം ഒരു ആർട്ടിസ്റ്റാണ്, ഒരു പെയിന്ററാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. ജർമ്മൻ ജനതയുടെ വികാരം ചൂഷണം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ മാൻ ഓഫ് എലക്വൻസി എന്നാണ്. വാഗ്ധോരണിയുള്ള മനുഷ്യൻ, നല്ല പ്രസംഗ പാഠവുമുള്ള മനുഷ്യൻ. അദ്ദേഹം കവലകൾ തോറും അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ജർമ്മനിയുടെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ തകർച്ചയും പരാജയവും അതിന്റെ ഉത്തരവാദിയായ ഭരണാധികാരികളെയും കുറിച്ച് അദ്ദേഹം ചർച്ചകൾ സംഘടിപ്പിക്കും. അദ്ദേഹം പ്രസംഗങ്ങൾ സംഘടിപ്പിക്കും. ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരും. അങ്ങനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒരു വ്യക്തിയുടെ ഉയർച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ തകർച്ചയെ നമ്മൾ പഠിക്കും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് നാസി പാർട്ടി, നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ നാസി പാർട്ടി. എന്നെയും എന്റെ പ്രസ്ഥാനത്തെയും വിജയിപ്പിക്കുകയാണ്. ഞാൻ അധികാരത്തിൽ വന്നാൽ ജർമ്മനിക്ക് നഷ്ടപ്പെട്ട മുഴുവൻ അന്തസ്സും പ്രതാപവും ഞാൻ വീണ്ടെടുക്കും. ജർമ്മനിയെ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റും. നമ്മളോട് ഈ കടും കൈ കാണിച്ച രാഷ്ട്രങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യും. ഇതിനപ്പുറം മറ്റൊരു വാഗ്ദാനം വേണം. ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മയങ്ങി, അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ഹിറ്റ്ലർ വാക്കുകൾ ഓരോന്നായി പാലിക്കുവാൻ ശ്രമിച്ചു. അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ ജർമ്മനിയിലെ അന്നുവരെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നിരോധിച്ചു. എല്ലാ തൊഴിലാളി സംഘടനകളെയും നിരോധിച്ചു. നാസി പാർട്ടിയും അതിന്റെ പോഷക സംഘടനകളെയും മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കുവാൻ അനുവദിച്ചു. ഒരു ഏകാധിപതിയായി, ഒരു സ്വേച്ഛാധിപതിയായി. എന്താണ് സ്വേച്ഛാധിപതി?
സ്വന്തം ഇച്ഛയനുസരിച്ച് രാജ്യം ഭരിക്കുന്ന വ്യക്തി. അങ്ങനെ സ്വന്തം ഇച്ഛയനുസരിച്ച് രാജ്യത്ത് ധാരാളം നിയമപരിഷ്കാരങ്ങൾ കൊണ്ടു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് മെയിൻ കാംഫ്. ഇംഗ്ലീഷിൽ അതിനെ മൈ സ്ട്രഗിൾസ് എന്ന് പറയും. മൈ സ്ട്രഗിൾസ്. അദ്ദേഹം സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെ അദ്ദേഹത്തിന്റെ ആത്മകഥ പഠിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചു. അധ്യാപകര് ക്ലാസ്സിൽ കയറുമ്പോൾ ആ പുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്തിട്ടേ ക്ലാസ്സിൽ പഠിപ്പിക്കാവൂ. ഈ പുസ്തകത്തിൽ പറയുന്നതിനപ്പുറം ഒരഭിപ്രായം ഞങ്ങൾ ക്ലാസ്സുകളിൽ പറയില്ല. തികച്ചുമൊരു സ്വേച്ഛാധിപതി, തികച്ചുമൊരു ക്രൂരനായ ഭരണാധികാരിയായി മാറി ജർമ്മനി ഹിറ്റ്ലർ. എന്തിനാണ്? ജനങ്ങൾ കൊടുത്ത വാക്കുപാലി. വേഴ്സായി ഉടമ്പടിയിലെ കരാറുകൾ ഒന്നൊന്നായി ലംഘിക്കാൻ തുടങ്ങി. പുതുതായി എയറോഡ്രാമുകൾ നിർമ്മിക്കരുത്, ബോംബുകൾ നിർമ്മിക്കരുത്, കപ്പലുകൾ നിർമ്മിക്കരുത്. അദ്ദേഹം അതെല്ലാം നിർമ്മിച്ചു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തെ എതിർക്കുവാൻ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ശക്തിയില്ല. കാരണം സാമ്പത്തിക മാന്ദ്യം കാരണം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടം. ഹിറ്റ്ലർ ഓരോന്നായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം സ്കൂൾ തലത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളെ നിരോധിച്ചു, കോളേജ് തലത്തിൽ നിരോധിച്ചു. രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ മുഴുവൻ അദ്ദേഹം ഉന്മൂലനം ചെയ്തു. അങ്ങനെ തികഞ്ഞ ഒരു സ്വേച്ഛാധിപതിയെ കണക്ക് രാജ്യം ഭരിച്ചു. വാക്കുകൾ പാലിക്കുവാൻ വേണ്ടിയാണ്. ആ അവസരത്തിൽ ഹിറ്റ്ലർക്ക് എവിടെയോ കാല് ഇടറി. അദ്ദേഹം ഒരുപക്ഷെ ജർമ്മനി ഒരു യുദ്ധത്തിന് പാകമാകുന്നതിന് മുമ്പ് പ്രതികാരം ചെയ്യുമെന്നുള്ള വാക്ക് അദ്ദേഹം ചില സൈനിക സഖ്യങ്ങളിൽ ഏർപ്പെട്ടു. സർവരാജ്യ സഖ്യമെന്ന സമാധാന സംഘടനയിലെ അംഗത്വം പിൻവലിച്ചു. ഈ ലോകത്ത് ഇനിമേൽ ഒരു യുദ്ധമുണ്ടാകില്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ എഴുതിയുണ്ടാക്കിയ സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം. അതിലെ അംഗത്വം ആദ്യമൊന്നും ജർമ്മനിക്ക് അംഗത്വം കൊടുത്തില്ല. പിന്നീടാണ് അംഗത്വം ലഭിക്കുന്നത്. ആ അംഗത്വം അദ്ദേഹം ഉപേക്ഷിച്ചു. സർവരാജ്യ സഖ്യത്തിലെ അംഗത്വം പിൻവലിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചത്. ഇതേ അവസ്ഥയായിരുന്നു ഇറ്റലിയിൽ. ബെനിറ്റോ മുസോളിനി എന്ന സ്വേച്ഛാധിപതി അദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഫാസിസ്റ്റ് പ്രസ്ഥാനം. അദ്ദേഹവും ജർമ്മനിയിൽ എന്തൊക്കെയാണോ ഹിറ്റ്ലർ നടപ്പിലാക്കിയത്, ഇതേ പരിഷ്കാരങ്ങൾ, ഇതേ ഭരണരീതിയാണ് ഇറ്റലിയിലും ബെനിറ്റോ മുസോളിനി കൊണ്ടുവന്നത്. അദ്ദേഹം അവിടുത്തെ മുഴുവൻ ആത്മീയ ആചാര്യന്മാരെയും അവഗണിച്ചുകൊണ്ട്, മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും അവഗണിച്ചുകൊണ്ട്, മുഴുവൻ വ്യവസ്ഥിതിയെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഭരണ മേൽക്കോയ്മ സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. ആ സംഭവവും രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടുപേരുടെയും അന്ത്യം നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുമ്പോൾ പഠിക്കും. ഈ രണ്ടുപേരിൽ തുടങ്ങുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തയ്യാറെടുപ്പ്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധ ശേഷം യൂറോപ്പിലുണ്ടായ അല്ലെങ്കിൽ ഈ ലോകരാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ ആദ്യമൊക്കെ അമേരിക്ക അതിനെ മറികടന്നുവെങ്കിൽ 1929 ആ ലോക സാമ്പത്തിക പ്രതിസന്ധി, അതായത് ആ ഇക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക തകർച്ച എല്ലാവരെയും ബാധിച്ചു. അതിന്റെ ഫലമായിട്ട് യൂറോപ്പിൽ ധാരാളമായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ പ്രധാനമാണ് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെയും ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനിയുടെയും കടന്നുവരവ്. അവരുടെ വരവോടുകൂടി യൂറോപ്പിലെ തന്നെ ചരിത്രത്തിന്റെ ഗതി മാറി. ആ ഗതിമാറ്റമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചത്. അപ്പൊ നോക്കൂ, ജർമ്മനിയിൽ എന്ന പോലെ ഇറ്റലിയിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്തരീക്ഷവും മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന ബെനിറ്റോ മുസോളിനി അദ്ദേഹം ഫോം ചെയ്ത സംഘടനയാണ് ഫാസിസ്റ്റ് പ്രസ്ഥാനം. ഫാസിസ്റ്റ് പ്രസ്ഥാനം ഇറ്റലിയിലെ ഭരണസിരാ കേന്ദ്രമായ റോമിലേക്ക് അധികാരം കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ച് പരാജയപ്പെട്ടു. അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും
തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സ്വേച്ഛാധിപതികളെയും അധികാരത്തിൽ കയറ്റിയത് ജനങ്ങൾ തന്നെയാണ്. തിരഞ്ഞെടുപ്പിലൂടെയാണ് ഈ സ്വേച്ഛാധിപതികൾ അധികാരത്തിൽ വരുന്നത്. ജനങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ് അവർ സ്വേച്ഛാധിപതികളായി മാറിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ പറഞ്ഞ വാക്കുകൾ ഒന്നൊന്നായി പാലിച്ചു. അവരെന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെയാണോ വേഴ്സായി ഉടമ്പടി വിലക്കിയത്, വേഴ്സായി ഉടമ്പടിയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതെല്ലാം അവർ ഘട്ടം ഘട്ടമായി ആ രാജ്യങ്ങളിൽ നടപ്പിലാക്കി. അതിന്റെ ഫലമായി ജനങ്ങൾക്ക് തൊഴിൽ ലഭിച്ചു, നാണയപ്പെരുപ്പം കുറഞ്ഞു, തൊഴിലില്ലായ്മ കുറഞ്ഞു, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമായി. അതെല്ലാം ചെയ്തു. വിദ്യാഭ്യാസമായാലും ആഹാരമായാലും അതേപോലെ കൃഷിയെ, വ്യവസായത്തെ ഒക്കെ അവർ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ വാക്കെല്ലാം പാലിച്ചു. പക്ഷെ ഒരു വാക്ക് മാത്രം പാലിക്കുവാൻ അവർ കഴിഞ്ഞില്ല. പ്രതികാരം ചെയ്യും. ജർമ്മന്റെ പ്രതികാരം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ കിട്ടിയ ലാഭം പങ്കുവച്ചപ്പോൾ, ഇറ്റലിയുടെ പ്രതികാരം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ കിട്ടിയ ലാഭം പങ്കുവച്ചപ്പോൾ അർഹമായ വിഹിതം കിട്ടിയില്ല, അതിന് പ്രതികാരം ചെയ്യും. ജർമ്മന്റെ പ്രതികാരം എന്താണ്? ഹിറ്റ്ലർ കൊടുത്ത വാക്കെന്താണ്? ജർമ്മനിയെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ട മുഴുവൻ രാജ്യങ്ങൾക്കെതിരെയും പ്രതികാരം ചെയ്യും. അങ്ങനെ ഈ വ്യക്തികൾ ഈ ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ സൈനിക സഖ്യങ്ങളുണ്ടാക്കി. ലീഗ് ഓഫ് നേഷൻസിലെ അംഗത്വം പിൻവലിച്ചു. അയൽ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ചു. അതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ വീണ്ടും ഒറ്റക്കെട്ടായി. അവരും സൈനിക സഖ്യങ്ങൾക്ക്, പുതിയ പുതിയ സൈനിക സഖ്യങ്ങൾക്ക് രൂപം കൊടുത്തു. ജർമ്മനിയെയും ഇറ്റലിയെയും തകർക്കുക ഈ ഏക ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ രണ്ട് ശക്തികളെയും ഇല്ലായ്മ ചെയ്യുക. അതിലേക്ക് വേണ്ടി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തിയ യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. 1939 ആരംഭിച്ച് 45 വരെ നീണ്ടുനിന്ന യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. 1939 ആരംഭിച്ച് 45 വരെ നീണ്ടുനിന്ന യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. ആ ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഇറ്റലിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജർമ്മനിയിലെ ഈ സ്വേച്ഛാധിപതിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു അറിയാമോ? ഹിറ്റ്ലർ അവസാനം, ഹിറ്റ്ലറുടെ കൊട്ടാരം സഖ്യകക്ഷികൾ വളയും എന്ന് കണ്ടപ്പോൾ, ഹിറ്റ്ലറെ രാഷ്ട്രീയ തടവുകാരനാക്കുമെന്ന് കണ്ടപ്പോൾ ഹിറ്റ്ലർ കമ്മിറ്റ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അതുവരെ ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ സൈനിക ക്യാമ്പുകളിൽ ശത്രുരാജ്യങ്ങളുടെ സൈന്യത്തെ നിഷ്ഠൂരം എന്ന് പറയുമ്പോൾ മനുഷ്യത്വരഹിതമായ രീതിയിൽ ഉപദ്രവിച്ചു. ഹിറ്റ്ലർക്ക് എവിടെയോ താളം തെറ്റി. അങ്ങനെ ഈ സൈനിക ക്യാമ്പുകളിൽ കൊണ്ടിട്ട് ശത്രുരാജ്യങ്ങളുടെ സൈന്യത്തെ വളരെ മൃഗീയമായി മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്തപ്പോൾ കുറച്ചുകൂടെ ശക്തി പകർന്നുകൊണ്ട്, ശക്തി ആർജിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളുടെയും ശ്രദ്ധ പിന്നെ ജർമ്മനിയായി അവരുടെ ഏക ശത്രു, ആജന്മ ശത്രു. അങ്ങനെ ഹിറ്റ്ലറെ തകർക്കുക. അങ്ങനെ ഹിറ്റ്ലറുടെ കൊട്ടാരം വളഞ്ഞു. ആ സ്വേച്ഛാധിപതിക്ക് അവസാനം ഇവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഹിറ്റ്ലർ കമ്മിറ്റ് സൂയിസൈഡ്. ബെനിറ്റോ മുസോളിനിയുടെ അവസ്ഥ എന്തായിരുന്നു? ഈ ക്രൂരനായ ബെനിറ്റോ മുസോളിനിയെ അവസാനം ജനങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാൻ ഇറ്റലിക്ക് ഒരു പടി കൂടെ മുമ്പിൽ ചിന്തിച്ചു. ഞങ്ങൾക്ക് തന്ന വാക്കെന്താണ്? ഇറ്റലിക്ക് നഷ്ടപ്പെട്ട അന്തസ്സും പ്രതാപവും വീണ്ടെടുക്കും. അദ്ദേഹത്തിന് കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്ത് വീണ്ടും ശത്രു സൈന്യം ആക്രമിക്കുന്നു, കീഴടക്കുമെന്ന് കണ്ടപ്പോൾ സ്വന്തം ഭരണാധികാരിയെ എറിഞ്ഞുകൊന്ന ചരിത്രമാണ് ഇറ്റലിക്കുള്ളത്. അത് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം പഠിക്കുമ്പോൾ അത് വ്യക്തമായി പഠിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടുപേരുടെയും ഉയർച്ച അത് പ്രതീക്ഷയ്ക്കും അപ്പുറം എത്തിയപ്പോഴാണ് ഒരു രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിലേക്ക് ഈ ലോകരാജ്യങ്ങളെ വലിച്ചൊഴിച്ചത്. ആ യുദ്ധം ആരംഭിക്കുന്നത് 1939 അവസാനിക്കുന്നത് 45.
നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ്. ഈ ജർമ്മനിയിലും ഇറ്റലിയിലും ഈ ഭരണാധികാരി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും ആ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും